നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു കൊടുങ്കാറ്റ് നമ്മളെ പിടിച്ച് താഴെയിടാൻ നോക്കുന്ന പോലെയായിരിക്കും അത്. പി എസ് ജിയോട് ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് പറയുകയാണ് വിൻസെൻ്റ് കോമ്പനി. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ പാഗ്ഡസ് പ്രിൻസസിൽ പി എസ് ജിയെ നേരിടാൻ ഒരുങ്ങുന്നു ബയേൺ മ്യൂണിക്ക്. പക്ഷേ കോച്ച് കോമ്പനിക്ക് സസ്പെൻഷനാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്താണ് പി എസ് സിക്കെതിരെയുള്ള കളിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുന്നത്. അതോടൊപ്പം ഈ പി എസ് ജി ബയേൺ മത്സരം ഫൈനലിലല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്, സെമിയിലായിരുന്നുവോ എന്ന ചോദ്യം കൂടി അദ്ദേഹം നേരിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നോ, നമ്മൾ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. 4 ടീമുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഇനിയും ബാക്കിയുണ്ട്. ഈ 4 ടീമുകൾക്കും കിരീടം സ്വപ്നം കാണാം. പിന്നെ പ്ലേയിങ് സ്റ്റൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ മത്സരമുണ്ടല്ലോ, ഇന്നത്തെ കളിയിൽ ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇൻക്രെഡിബിളി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, ഒപ്പോസിഷനെ അവരുടെ റിതത്തിലേക്ക് എത്തുന്നത് തടയാൻ കെൽപ്പുള്ളൊരു ടീമാണ് പി എസ് ജി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോരാട്ടം ഇന്ന് നടക്കും. പി എസ് ജിയുടെ കാര്യത്തിൽ ഒരു സ്റ്റോം നമ്മുടെ നേരെ വരുന്ന പോലെയായിരിക്കും അവരുടെ കളിയും രീതിയുമൊക്കെ. അത് നേരിടാൻ തന്നെ ഞങ്ങൾ റെഡിയായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് വിൻസെൻ്റ് കോമ്പനി പറയുന്നു. അതോടൊപ്പം ലൂയിസ് എൻട്രിക്കെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, എൻട്രിക്കെ ഒരു ഇൻക്രെഡിബിൾ ജോബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പാരീസിനെ തോൽപ്പിക്കുമ്പോൾ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. പക്ഷേ അതിനുശേഷം എന്താ ഇപ്പോൾ സംഭവിച്ചത്, ഏത് തരത്തിലുള്ള ടീമാണ് അവരുടേതെന്ന് നോക്കുക. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതാണ്. അവർക്കൊരു യങ് ടീമുണ്ട്, പക്ഷെ അവർക്കൊരു ക്ലിയർ മെസ്സേജ് പാസ് ചെയ്യാനും കെൽപ്പുള്ള ടീമാണത്. എനിക്ക് അത്ഭുതമൊന്നുമില്ല അവർ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചതിൽ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു റിയൽ ടീം സ്പിരിറ്റ് ലൂയിസ് എൻട്രിക്കയുടെ ടീമിൽ ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലെയേഴ്സ് ടീമിനായിട്ട് റൺ ചെയ്യുന്നു, അവർ ടീമിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതെല്ലാം അദ്ദേഹം എവിടെയൊക്കെ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ടീമുകൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കാണാൻ പറ്റും. എ ഹ്യൂജ് കോംപ്ലിമെൻറ്റ് ടു ഹിം എന്നാണ് ഇപ്പോൾ വിൻസെൻ്റ് കോമ്പനി പറയുന്നത്. പരസ്പരം നല്ല ബഹുമാനം ഈ 2 കോച്ചുമാർക്കുമുണ്ട്. പക്ഷേ രണ്ടുപേരും തങ്ങളുടെ ടീമാണ് മികച്ചത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെക്കാൾ മികച്ച ടീമില്ലെന്ന് ലൂയിസ് എൻട്രിക്കെ പറയുമ്പോൾ വിൻസെൻ്റ് കോമ്പനി പറയുന്നത്, അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്, പക്ഷേ ഈ കളി ഞങ്ങളുടേതായിരിക്കുമെന്ന്. യെസ്, ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു തീപ്പൊരി പോരാട്ടമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.